ഹലോ എവ്രി വൺ. യശ്രീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്ക് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഡിറ്റർമിനൻസ് എന്ന പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കണേ. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിലോ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ യശ്രീ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ കൂടെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. മെട്രിക്സിൽ നമ്മൾ ഓൾറെഡി മെട്രിക്സിൻ്റെ ടൈപ്സ് പഠിച്ചു, മെട്രിക്സിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി മെട്രിക്സിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് ഡിറ്റർമിനൻസ് ആണ്. എന്താണ് ഡിറ്റർമിനൻസ് എന്ന് നമുക്ക് നോക്കാം. നോക്കോളൂ. Corresponding to each square matrix, there will be a determinant. ഓരോ സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു ഡിറ്റർമിനന്റ് ഉണ്ടാവും. എന്താണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. എന്താണ്? ഒരു മെട്രിക്സിന്റെ കോളംസിന്റെ നമ്പറും റോസിന്റെ നമ്പറും ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മെട്രിക്സിന് ഈക്വൽ നമ്പർ ഓഫ് റോസും ഈക്വൽ നമ്പർ ഓഫ് കോളംസും ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഓരോ സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിറ്റർമിനന്റ് ഉണ്ടായിരിക്കും. ദിസ് ഡിറ്റർമിനന്റ് ഈസ് റിട്ടേൺ ബൈ എൻക്ലോസിംഗ് ദ എലമെന്റ്സ് ഓഫ് ദ മെട്രിക്സ് ബൈ വെർട്ടിക്കൽ ബാർസ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് എഴുതുന്നത്? ഡിറ്റർമിനന്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മെട്രിക്സിലുള്ള എലമെന്റ്സിനെ രണ്ട് വെർട്ടിക്കൽ ബാർസിന് ഉള്ളിലാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനൻസ് എഴുതാറുള്ളത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മെട്രിക്സിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് A1, B1, A2, B2 എന്നാണ്. അതിനെ ഇങ്ങനെ രണ്ട് വെർട്ടിക്കൽ ബാറിനുള്ളിലാക്കി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇതൊരു ഡിറ്റർമിനന്റ് ആണെന്ന് പറയാം. ഇനി ഡിറ്റർമിനൻസിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സിംഗിൾ നമ്പർ. ഡിറ്റർമിനന്റിന്റെ വാല്യൂവിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ ഒരു സിംഗിൾ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഡിറ്റർമിനൻസിനെ കുറിച്ച് 3 പോയിന്റ്സ് ആണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഓരോ സ്ക്വയർ മെട്രിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിറ്റർമിനന്റ് ഉണ്ടാവും. ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? രണ്ട് വെർട്ടിക്കൽ ബാറിനുള്ളിൽ മെട്രിക്സിന്റെ എലമെന്റ്സ് എഴുതിയിട്ടാണ് ഡിറ്റർമിനൻസ് നമ്മൾ എഴുതാറുള്ളത്. പിന്നെ ഡിറ്റർമിനൻസിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഡിറ്റർമിനന്റിന്റെ വാല്യൂവിനെ നമുക്കൊരു സിംഗിൾ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് മെട്രിക്സിന്റെ കേസിൽ അത് സാധ്യമാണോ? അല്ല. നമ്മൾ പഠിച്ചോ? എവിടെയെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മെട്രിക്സിന്റെ വാല്യൂ നമുക്കൊരു സിംഗിൾ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഡിറ്റർമിനന്റിന്റെ കേസിലാണെങ്കിലോ ഡിറ്റർമിനന്റിന്റെ വാല്യൂസിനെ നമുക്ക് സിംഗിൾ നമ്പർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മെട്രിക്സിന്റെ എലമെന്റ്സ് A1, B1, A2, B2 ഇതിനെ രണ്ട് വെർട്ടിക്കൽ ബാറിലാക്കിയിട്ട് നമ്മൾ ഒരു ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സിമ്പിൾ ആണ്. ഈ ഒരു ഡിറ്റർമിനന്റിലുള്ള എലമെന്റ്സിനെ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം അതിന്റെ ഡിഫറൻസ് കാണുക. ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിറ്റർമിനന്റിലുള്ള എലമെന്റ്സ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കാണുക. ഇവിടെ ഈ A1, B1, A2, B2 എന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാണും? A1 ഇൻറ്റു B2 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1, A2 ഇൻറ്റു B1. അപ്പോൾ A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1 ആണ് ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഞാനൊരു 2x2 ഓർഡർ മെട്രിക്സ് ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്, എന്നാൽ ഒരു ബേസ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് എലമെന്റ്സ് വരുന്നത്? 3, 4, 4, 2. ഇത് 2x2 ഓർഡർ മെട്രിക്സ് ആണ്. അതിനെ നമ്മൾ രണ്ട് വെർട്ടിക്കൽ ബാർ കൊടുത്തു, ഒരു ഡിറ്റർമിനന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് വാല്യൂ. ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടെത്തുക. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം,
2x2 ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എലമെന്റ്സിനെ വെർട്ടിക്കൽ ബാറിനുള്ളിൽ എഴുതുക, അതിനുശേഷം എലമെന്റ്സ് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ഡിഫറൻസ് കാണുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ വാല്യൂ ആണ് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ നോക്കോളൂ, നമ്മൾ എലമെന്റ്സിനെ 2 വെർട്ടിക്കൽ ബാറിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 3 × 2 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 × 2 മൈനസ് 4 × 4. 4 × 4. അപ്പൊ നമുക്ക് അറിയാം 3 × 2 6 ആണ്, മൈനസ് 4 × 4 എത്രയാണ്? 16 ആണ്. അപ്പൊ 6 മൈനസ് 16 എത്രയാണ്? -10 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്, 7 5 8 9. ഇതിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടെത്താം? 7 × 9 മൈനസ് 8 × 5. 7 × 9 63, മൈനസ് അതുപോലെ എഴുതുന്നു 8 × 5. 8 × 5 40. അപ്പോൾ 63 മൈനസ് 40 ഈസ് ഈക്വൽ ടു 23 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇത് മാത്രമല്ല, നെഗറ്റീവ് വാല്യൂസ് ഉൾപ്പെടെയുള്ളതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക.